ഒരു പേപ്പറിനെ 42 തവണ മടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചന്ദ്രനിലെത്താൻ പറ്റും. ഹലോ ഗൈസ്, ഇന്ന് ഡേ 11. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പേപ്പറിനെ നിങ്ങൾക്ക് എത്ര തവണ മടക്കാൻ പറ്റും? നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു പേപ്പറിനെ നമുക്ക് 7 ടൈംസിന് മേലെ മടക്കാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഓരോ തവണ പേപ്പേഴ്സ് മടക്കുമ്പോഴും തിക്നെസ് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രീവിയസ് ആയിട്ട് മടക്കിയിട്ടുള്ള തിക്നെസ്സിനെക്കാട്ടിലും ഡബിൾ. സോ ഫസ്റ്റ് ഫോൾഡിൽ അത് 2 ലെയേഴ്സ് ആയിരിക്കും, സെക്കൻഡ് ഫോൾഡിൽ അത് 4 ലെയേഴ്സ് ആയിരിക്കും, തേർഡ് ഫോൾഡിൽ അത് 8 ലെയേഴ്സ് ആയിരിക്കും. അങ്ങനെ ഡബിൾ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് 0.1 മില്ലിമീറ്റർ തിക്നെസ്സിൽ ഒരു പേപ്പർ ഇമാജിൻ ചെയ്യാം. സോ അതിന്റെ തിക്നെസ് എങ്ങനെ ഡബിൾ ആവുന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫോൾഡിൽ അത് 0.2 മില്ലിമീറ്റർ, സെക്കൻഡ് ഫോൾഡിൽ അത് 0.4 മില്ലിമീറ്റർ, തേർഡ് ഫോൾഡിൽ 0.8 മില്ലിമീറ്റർ. അങ്ങനെ കൂടി വരുന്ന സമയത്ത് 10th ഫോൾഡ് ആകുമ്പോഴേക്കും അത് 10 സെന്റിമീറ്റർ ആവും. 20th ഫോൾഡർ ആവുന്ന സമയത്തോ 100 മീറ്റർ തിക്നെസ്. ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 42ാമത്തെ ഫോൾഡ് ആകുമ്പോഴേക്കും ഇവിടുന്ന് മൂണിലേക്ക് എത്തുന്ന ലെങ്തിനെക്കാട്ടിലും കൂടിയിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതേപോലെ 103 ഫോൾഡ് ആവുകയാണെങ്കിലോ നമ്മളുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിനെക്കാട്ടിലും വലിയ ലെങ്തിലായിരിക്കും അതുണ്ടാവുക. ഇവിടെ പ്രശ്നം മാത്സ് ഒന്നുമല്ല. ഇവിടെ ഓരോ മടക്ക് കഴിയുമ്പോഴേക്കും അതിന്റെ തിക്നെസ് ഇൻക്രെഡിബ്ലി ഹൈ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ആ പേപ്പർ സ്മോൾ ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് 7 ഫോൾഡിന് ശേഷം മടക്കാൻ ഇമ്പോസിബിൾ ആയിരിക്കും. ഇനി ഒരുപാട് മനുഷ്യന്മാർ ഒരുമിച്ച് പ്രയത്നിച്ചിട്ട് അത്രയും വലിയ പേപ്പറൊക്കെ ഉണ്ടാക്കി നമ്മൾ മടക്കണമെങ്കിൽ തന്നെ ഒരു 10, 11, 12 അതിൽ കൂടുതൽ നമ്മളുടെ മനുഷ്യന്മാർക്ക് സാധിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. ഇവിടെ ഒരു ചെറിയ പേപ്പർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ദ ഇൻക്രെഡിബിൾ പവർ ഓഫ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. സോ ഇങ്ങനെയുള്ള മാത്സ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. സോ ടേക്ക് കെയർ, ബൈ.